മോളെ പൂർണിമ ചേച്ചി നമുക്ക് പോവാം. എനിക്ക് ചേച്ചി ആ കോള് വന്ന നമ്പർ ഒന്ന് തന്നേക്കാവോ? പോലീസ് വരുമ്പോ കൊടുക്കാനാ. ഹലോ ഹലോ പൃഥ്വി, എന്തായി? ധനുമോളുടെ എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല. ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല. ആണോ? അല്ല പൃഥ്വി, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന്. അയ്യോ, ശരി പൃഥ്വി, എന്തെങ്കിലും അറിഞ്ഞാ വിളിക്കണേ. ശരി, വിളിക്കാം. എന്റെ കുഞ്ഞിനൊരു ആപത്തും ഉണ്ടാവില്ലേ? ചേച്ചി ഇങ്ങനെ കരയാതെ, ഉടനെ തന്നെ നമുക്ക് എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. ഹലോ ഹലോ പൂർണിമ, മോളെ കാണാത്ത സങ്കടത്തിലാണല്ലേ? ഹലോ, നിങ്ങൾ ആരാ ആരാ സംസാരിക്കുന്നേ? എന്റെ മോൾ എവിടെ? ടെൻഷൻ ആവാതെ പൂർണിമ, മകളെ കാണാത്ത ഒരു അമ്മയുടെ മനസ്സ് എനിക്ക് മനസ്സിലാവും. എന്നാലും ശ്വാസം വിടാതെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചാ ഞാൻ എങ്ങനെ മറുപടി പറയാനാണ്? ആദ്യം ഒരു കാര്യം മനസ്സിലാക്ക, നിങ്ങളുടെ മോൾ സേഫായി എന്റെ അടുത്തുണ്ട്. ധനിമോള് കൂടെ ഉണ്ടെന്നോ? നിങ്ങള് മോളെങ്ങനെ നിങ്ങളുടെ അടുത്ത് വന്നേ? ഹലോ, നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമൊന്നുമില്ല. പക്ഷേ എന്നെക്കുറിച്ച് പൂർണിമയ്ക്കും പൂർണിമയെക്കുറിച്ച് എനിക്കും അറിയാം. എന്നെ എല്ലാരും മേനോൻ എന്നാ വിളിക്കാറ്. മേനോൻ? കുഞ്ഞിനെ ഞാൻ കൊണ്ടുവന്നത് പൂർണിമയോടൊന്ന് വിലപേശാന്. എനിക്ക് വേണ്ടത് പൂർണിമ തരണമെങ്കിൽ പൂർണിമയ്ക്ക് ഏറ്റവും വിലപ്പെട്ട ഒന്ന് ഞാൻ ഓഫർ ചെയ്യണം. അങ്ങനെയൊന്നും എന്റെ കയ്യിലില്ലാത്ത സ്ഥിതിക്ക് ഇതല്ലാതെ എന്റെ മുന്നിൽ വേറെ വഴികളൊന്നുമില്ല പൂർണിമ. എന്താ നിങ്ങക്ക് വേണ്ടത്? നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാനത് തരാം. എത്ര രൂപ വേണം? എന്റെ കയ്യിലുള്ള മുഴുവൻ പണവും തരാം. എനിക്ക് എന്റെ മോളെ തിരിച്ചു തന്നാ മതി. പണമൊന്നും എനിക്ക് വേണ്ട, അത് ആവശ്യത്തിൽ കൂടുതൽ എന്റെ കയ്യിലുണ്ട്. പിന്നെ എന്താ നിങ്ങക്ക് വേണ്ടത്? പൂർണിമയുടെ അച്ഛൻ എനിക്കെതിരെ ശേഖരിച്ച തെളിവുകൾ എന്തൊക്കെയോ പൂർണിമയുടെ കയ്യിലുണ്ട്. അതെനിക്ക് തിരിച്ചു വേണം. തെളിവോ? എന്ത് തെളിവ്? ധൃതി വേണ്ട, കുറച്ച് സമയം സ്വസ്ഥമായി ഒന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ പിന്നെ വിളിക്കാം. ഹലോ 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 ചേച്ചി. ഈശ്വര, എന്താ ചേച്ചി എന്താ പറയുന്നേ? എന്താ മോളെ, ആരാ വിളിച്ചേ? മേനോനാ. മേനോനോ? ആ, അതെ. അയാളെന്തിനാ നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോയേ? അയാൾക്കെതിരെ അച്ഛൻ കണ്ടെത്തിയ തെളിവുകള് അയാൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തെളിവൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ ചെറിയച്ഛ. നമ്മുടെ ധനിമോളെ നമ്മൾ എങ്ങനെ രക്ഷിക്കും? ചേച്ചി, എന്റെ മോള്
അങ്കിൾ ഉം? ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അങ്കിളെ ചേച്ചിയെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. പോലീസുകാർ വരുമ്പോ ഞങ്ങൾ സംസാരിച്ചോളാം. അങ്കിൾ സമാധാനിക്ക്. നിങ്ങൾ ചെന്നോ, ഞങ്ങൾ നോക്കിക്കോളാം. പൃഥ്വി പൃഥ്വി നീ കാറെടുക്ക്, നമുക്ക് തിരിച്ചു പോവാം. ചെല്ലേ മോളെ പൂർണിമ, ചേച്ചി നമുക്ക് പോവാം. എണീക്ക്. ചേച്ചി ആ കോള് വന്ന നമ്പർ ഒന്ന് തന്നേക്കാവോ, പോലീസ് വരുമ്പോ കൊടുക്കാനാ. ചേച്ചി കരയല്ലേ, പോട്ടെ, ഞങ്ങൾ നോക്കിക്കോളാം. അങ്കിളും ചേച്ചിയും പോയിക്കോ. ചെല്ല്. നാത്തൂനെ, ധ്വനിയുടെ കാര്യം എന്തായെന്ന് അഷിതയോട് ഒന്ന് വിളിച്ച് ചോദിക്കണ്ടേ നാത്തൂനെ? എന്തിന്? എന്തെങ്കിലും വിവരം കിട്ടിയാ അഷി വിളിച്ചോളും. അല്ല, നമ്മുടെ ഭാഗത്തുനിന്ന് അന്വേഷണം ഒന്നും ഉണ്ടായില്ലെന്ന് അവർക്ക് തോന്നൂ. നമ്മൾ എന്തായാലും പൂർണിമയൊന്നും വിളിക്കാൻ പോകുന്നില്ലല്ലോ. അഷിയല്ലേ വിളിക്കുന്നേ. അതിപ്പോ നമ്മൾ വിളിച്ചില്ലെങ്കിൽ പോലും നമ്മൾ വിളിച്ച് തിരക്കിന്നേ അവള് പറഞ്ഞോളും. അത് ശരിയാ. എന്നാലും ആരായിരിക്കാം ആ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയത്? എന്റെ ഗിരിജെ, ആ പൂർണിമയ്ക്ക് നാട് മുഴുവൻ ശത്രുക്കളാ. അന്ന് ഞാൻ ആ വീട്ടിലുണ്ടായിരുന്നപ്പോ തന്നെ കൊല്ലാൻ ആൾക്കാർ വന്നതാ. ആ, ഒരു കണക്കിന് പറഞ്ഞാ നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ ജീവിതമാ നല്ലത്, അല്ലേ നാത്തൂനെ? ഒന്നുമില്ലെങ്കിൽ മനസമാധാനമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാലോ. അതൊക്കെ ശരിയാ. പക്ഷേ കാശിനാവശ്യം വന്നാലേ 100 പേരോട് ചോദിച്ച് നടക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. അക്കരെ നിൽക്കുമ്പോ ഇക്കരെ പച്ചാന്ന് തോന്നില്ലേ? അതേ ഉള്ളു കാര്യം. തട്ടിക്കൊണ്ടുപോയ ആൾക്കാര് ആ കൊച്ചിന് തിരിച്ചു കൊടുക്കാതിരുന്നാ മതിയായിരുന്നു. അതാകുമ്പോ സങ്കടം കയറി പൂർണ്ണിമ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയേനെ. ഇന്ദ്രപ്രസാദ് നമ്മുടെ അഷിതയുടെ കയ്യിൽ വരികയും ചെയ്തേ. കേൾക്കാനൊക്കെ കൊള്ളാം, പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് തോന്നുന്നില്ല ഗിരിജ. പൂർണിമയോട് ചന്ദ്രമതിക്കുൾപ്പെടെ പലർക്കും ദേഷ്യമുണ്ടെങ്കിലും ആ കൊച്ചിനെ എല്ലാവർക്കും ജീവനാ. അതുകൊണ്ട് ഏത് വിധേനയും അവരാ കൊച്ചിനെ കണ്ടെത്തും. അതെ നാത്തൂനെ, ഇന്ദ്രപ്രസ്ഥത്തിലായിരുന്നെങ്കിൽ ധ്വനിയെ കാണാതായി പോയതിന്റെ പേരിൽ ആ കിരണിനെയും ദുർഗയും നമുക്ക് റോസ്റ്റ് ചെയ്യാമായിരുന്നു. സ്കൂളിൽ അവര് ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടാണ് ധ്വനിയെ നഷ്ടപ്പെട്ടു പോയെന്നൊക്കെ പറയാമായിരുന്നു. ആ, നല്ലൊരു അവസരം നഷ്ടമായി. പൂർണിമയ്ക്കാണല്ലോ കിരണിനോടും ദുർഗയോടും ഏറ്റവും താല്പര്യം. അവര് കാരണം അവളുടെ മോൾക്ക് ഒരു ആപത്ത് വന്നു പറഞ്ഞ് ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കായിരുന്നു അല്ലേ ഗിരിജ? ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. എങ്ങാനും ആ കൊച്ചിന് കിട്ടാൻ വൈകിയ ഒന്ന് നമുക്ക് അവിടം വരെ പോവാം. എന്താ?